അസ്സലാമു അലൈക്കും. പിള്ളേരെ ഊണൊക്കെ കഴിഞ്ഞാ? ഇത്തത് ഇവിടെ ഊണൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം കിടക്കെന്നും പറഞ്ഞ് വിട്ടതാണ്. അപ്പൊ ഒരു വീഡിയോ എടുക്കാന്ന് ഓർത്ത് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനുണ്ടായിരുന്നു, മെസ്സേജ് ഇടാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുമായിട്ടൊന്ന് കൂടിക്കാഴ്ച നടത്തണ്ടേ. എന്നെ നിങ്ങൾ കാണും, ഞാൻ നിങ്ങളെ കാണത്തില്ല. എന്നാലും നമ്മുടെ പണി ഇതായി പോയില്ലേ. ഇതും കൂടി ഓടിച്ചിട്ട് പോയാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടാൻ പറ്റത്തുള്ളു. ഇൻഷാ അല്ലാ. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ ചോദിച്ച പോലെ തന്നെ വേറെ ഒന്നുമില്ലല്ലോ. ഇത്താക്ക് വേറെ ചോദിക്കാനും പറയാനും. വീടിന്റെ ഉള്ളിലിരിക്കല്ലേ, എല്ലാരും ഊണൊക്കെ കഴിച്ച് വിശ്രമമായിരിക്കും അല്ലേ. ഇപ്പൊ അസർ നമസ്കാരം ഒക്കെ ആയിരിക്കും ഓരോരുത്തരും. ഞാൻ നമസ്കരിച്ചിട്ടില്ല, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നമസ്കരിക്കാമല്ലോ എന്നോർത്ത്. ഇപ്പൊ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതേ ഉള്ള സർവാങ്ക്. പിന്നെ എനിക്ക് വയ്യ പിള്ളേരെ, എനിക്ക് ആ ഡിസ്കിന്റെ പ്രശ്നം വീണ്ടും വയ്യാതായി. നടുവിന് ഭയങ്കര വേദനയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര വേദനയാണ്. ഞാൻ മുകളിൽ വന്നാണ് നമസ്കരിക്കണത്. പണിയൊക്കെ കുറവാണ്, പക്ഷെ പണിയൊക്കെ കുറച്ച് പണിയേ ഉള്ളൂ. പിന്നെ അമ്മ അത്രക്ക് മലപ്പുറത്ത് പോയ പോലെ അല്ല. അമ്മ നമ്മള് സഹായിച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അമ്മ നടന്നോളും വാക്കാറിൽ. എനിക്ക് പണിയുടേതല്ല, എനിക്ക് സ്റ്റെയർ കയറി വേണം പൊക്കത്ത് വന്ന് നമസ്കരിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നടുവേദന കൊണ്ട് വയ്യ. പിന്നെ ഞാൻ എറണാകുളം ആശുപത്രിയിൽ ഇതുപോലെ നേരത്തെ കാണിച്ചിട്ടിരുന്ന സമയത്ത് അവിടെ ഫിസിയോതെറാപ്പിയുടെ എക്സസൈസ് പറഞ്ഞു തന്നായിരുന്നു. അപ്പം ഇതൊക്കെ ഇപ്പം കിടന്നു ഇരുന്നൊക്കെ ചെയ്ത് എനിക്ക് ഈ വണ്ണം കാരണമേ, വണ്ണമുണ്ട്. ഇത്തേക്ക് ഒരുമാരെ വണ്ണമുണ്ട്. ഹൈറ്റ് ഇല്ല, എനിക്ക് വെയിറ്റ് ഉണ്ട്. അത് കാരണം അപ്പൊ എല്ലാരും പറയും ഞാൻ ആഹാരം കണ്ടൊരുമാനം കഴിച്ചിട്ടാണ്. ഞാൻ ആഹാരം ഒന്നും അധികം വലിച്ചു വാരി തിന്നണ ആളല്ല. പക്ഷെ എനിക്ക് ഒരുപാട് തൈറോയിഡും പ്രഷറും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ബെല്ലായിരിക്കും. പിന്നെ എന്റെ അച്ഛനും അമ്മക്കും ഒക്കെ നല്ല വണ്ണം ഉണ്ടായിരുന്നവരാണ്, തീരെ ചുള്ളിക്കമ്പ് പോലെ ഇരിക്കണവരല്ല. അപ്പൊ അതിന്റെ പേരിലായിരിക്കും എനിക്കും വണ്ണമുള്ളതും. പിന്നെ ഇപ്പൊ ചെറുതിലെ തന്നെയൊക്കെ എന്റെ മൂത്ത മോനെ ഞാൻ ഗർഭിണിയായിരുന്ന ഏഴാം മാസത്തിൽ എനിക്ക് പ്രഷർ കൂടുതലായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ 7ാം മാസത്തിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ മാസം തികഞ്ഞ് പ്രസവിച്ചാണ് ആശുപത്രിയിൽ നിന്ന് പോകുന്നത്. അപ്പം എനിക്ക് പ്രഷർ കൂടുതലായത് കാരണം പെട്ടെന്ന് പ്രസവം നടക്കുമെന്നെങ്കിൽ കുഞ്ഞ് മരിച്ചു പോകും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ പേരിൽ 7ാം മാസത്തിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടാണ് എനിക്ക് വണ്ണമുള്ളത്. പിന്നെ പ്രഷർ ചില സമയത്ത് കൂടുതലാവും, ചില സമയത്ത് കുറഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ്. അപ്പം ആ വണ്ണമുള്ളതിന്റെ പേരിലാണ് എനിക്ക് പൊക്കത്തേക്കൊക്കെ കയറാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യാനും കാലും കയ്യും ഒക്കെ കിടന്നൊക്കെ പൊക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇടങ്ങേറാണ്. അപ്പൊ അത് ചെയ്താൽ ആശ്വാസം ഉണ്ടാകും, പക്ഷെ എനിക്കത് ഭയങ്കര ഇടങ്ങേറാണ് ചെയ്യാനായിട്ട്. ചെയ്ത് അന്ന് വൈകുന്നേരം തൊട്ട് നല്ലൊരു ആശ്വാസം ഉണ്ടാകും. പക്ഷെ ഇന്നലെ തീരെ വയ്യായിരുന്നു. എനിക്ക് നടക്കാനും ഇരിക്കാനും പോന്ന് കളഞ്ഞാലാന്നൊക്കെ ഞാൻ ഓർത്ത്, വീട്ടിലേക്ക് പോയാലാന്നൊക്കെ ഓർത്ത്. പിന്നെ ഞാൻ ആലോചിച്ച് വീട്ടിൽ ചെന്നാലും വേറെ ഒരു നിവർത്തിയുമില്ല. പിന്നെ ചെമ്മീൻ കിള്ളാനാണ് ഞാൻ നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളോട് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ചെമ്മീനും നിന്ന് കിള്ളാനൊന്നും പറ്റണില്ല. പിന്നെ അപ്പൊ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ് പൊസിഷൻ മാറ്റി കൊടുക്കെന്നാ പറഞ്ഞത്. പക്ഷെ കമ്പനിയിൽ ചെമ്മീൻ കിള്ളാൻ വന്നിട്ടുള്ള ആൾക്കാർക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ. നമുക്ക് നിന്ന് കിള്ളുകയാണെങ്കിൽ നിന്ന് തന്നെ കിള്ളണം, അല്ലെങ്കിൽ ഇരുന്ന് ചെമ്മീൻ പീൽ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് പൊസിഷൻ മാറ്റാനും എടുക്കാനും ഒന്നും വീടുകളിലാണെങ്കിൽ നടക്കും. കിള്ളാൻ വീട്ടിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നടക്കും, അല്ലെങ്കിൽ നമ്മൾ പീലിംഗ് ഷെഡിൽ അങ്ങനെ നടക്കത്തില്ല. അതിന്റെ പേരിലാണ് ഞാനിപ്പോ ഈ ഒരു പണി തെരഞ്ഞെടുത്തത്. അപ്പൊ ഇപ്പൊ അതും വയ്യാത്തൊരവസ്ഥയിലാണ്. എന്ത് ചെയ്യണോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ഇന്നാള് പറഞ്ഞ് ഡിസ്കിന്റെ പ്രശ്നം എന്ന് പറയുമ്പോ കുറെ പേരും പറയും എല്ലാവർക്കും ഉള്ളതാണ്, സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഡിസ്കിന്റെ പ്രശ്നം, അത് വലിയ കാര്യമാക്കണ്ടെന്ന്. പക്ഷെ അത് വന്നവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ഇടങ്ങേറാണ്. എന്നാന്ന് വെച്ചാല് എന്റെ ഡിസ്കിന്റെ 4ാമത്തെയും 6ാമത്തെയും എല്ലുകള് തെന്നി മാറി ഡിസ്കിന്റെ ഞരമ്പുകളിലാണ് ഇരിക്കണത്. അപ്പൊ നമ്മൾ സ്റ്റെയർ കയറുമ്പോഴും വെയിറ്റ് പൊക്കുമ്പോഴും അത് രണ്ടും കൂടി, എല്ലും ഞരമ്പും കൂടി ഇങ്ങനെ ഒരയുമ്പോഴാണ് വേദന എന്നാണ് ഡോക്ടർ പറഞ്ഞത്. MRI എടുത്തപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ല് തെന്നി മാറി ഞരമ്പിന്റെ പുറത്തത് ആദ്യത്തെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്.
അപ്പം അതൊന്നും ഞാനിപ്പം ഇവിടെ പറയണില്ല. എൻ്റെ 14 വയസ്സിൽ വിവാഹം കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച പിന്നിട്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു കാര്യമാണ് ആദ്യത്തെ ഭർത്താവിൽ നിന്ന്. അതിനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവിടെ ചെവിയുടെ ഞരമ്പ് ചതഞ്ഞിരിക്കുകയാണ്. ഈ ഇടത് ചെവിക്ക് കേൾവിക്കുറവ് ലേശമുണ്ട്. ഞരമ്പ് അത് ബ്ലോക്കായിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു കണ്ണിൻ്റെ ഞരമ്പ് ചെറിയ ചതവുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലാണ്. അത് പോട്ടെ, അത് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചത്ത പിള്ളയുടെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല. ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നിങ്ങളൊന്നും ഓർക്കല്ലേ. പിന്നെ നമ്മളെ പടച്ച റബ്ബാണ് താങ്ങിപ്പിടിച്ചോണ്ട് നടക്കണത്. ഇല്ലെങ്കിൽ കിടന്നു പോകേണ്ട അസുഖങ്ങൾ ഇത്താക്കുണ്ട്. ആ ഒരവസ്ഥയിലൊക്കെയാണ് ഞാൻ ഉള്ളത്. പിന്നെ ചന്ദ്രൂർ ആശുപത്രിയിൽ 10-40 ദിവസം കിടന്ന് കിഴിയൊക്കെ പിടിച്ചതാണ്. അന്നേരമൊക്കെ ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം വീണ്ടും നടുവിൻ്റെ പ്രശ്നം തുടങ്ങി. പിന്നെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ്, ഓപ്പറേഷൻ ചെയ്ത ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് അരൂര് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടി, അവളെ പ്രൈവറ്റിലാണ് ചെയ്തത്. അന്ന് ഇപ്പൊ ഒരു 12-14 വർഷത്തോളമായി. അന്ന് 1.25 ലക്ഷം രൂപ അടുത്തായെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെയൊന്നും നോക്കി ചെയ്യാനോ എടുക്കാനൊന്നും ആരുമില്ല. തന്നെയല്ല, ചെയ്ത് കിടന്നാൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് തരാൻ പോലും ആരുമില്ല. പിന്നെ ഞാനത് ചെയ്തിട്ട് എന്താണ്? തന്നെയുമല്ല, നമ്മള് എനിക്ക് പേടിയാണ് ചെയ്യണത്. നടന്നു പോയാലും തളർന്നു പോയാൽ പോയി. എന്നാലും നമ്മള് കരുതിക്കൂട്ടി ഓപ്പറേഷൻ ചെയ്തിട്ട് തളർന്നു പോകണ്ടല്ല എന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്യാണ്ട് നടക്കണേന്ന്. പിന്നെ ഇപ്പൊ എനിക്ക് എന്റെ പിള്ളേരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ. എന്നെ റബ്ബ് കിടത്തിക്കളയല ഇൻഷാ അല്ലാ. എനിക്കറിയത്തില്ല, എല്ലാം റബ്ബിന്റെ കയ്യിലാണ്. നമ്മൾ നനക്കണതൊന്നും അല്ലല്ലോ അള്ളാഹു ഓരോന്ന് വിധിക്കണത്. പഠിച്ചന് എന്താണ് വെക്കണമെന്ന് വെച്ചാൽ അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ നമുക്ക് ഓടി ഒളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരു വ്യക്തിയാണ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഓടി ഒളിക്കാം. ഇതങ്ങനെയല്ലല്ലോ. പഠിച്ച തമ്പുരാൻ ചെയ്താൽ നമുക്ക് അതവിടെ നിന്ന് കയ്യും കെട്ടി നിന്ന് മേടിക്കാനേ പറ്റത്തുള്ളൂ. അല്ല പിന്നെ തന്നാ മതിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് റബ്ബിന്റെ ഇംഗിതത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു. അപ്പൊ ഇന്നലെ എനിക്ക് വേദന കൂടിയപ്പോ ഞാൻ ഓർത്ത് പോകായിരുന്നു, വീട്ടിലേക്ക് പോകായിരുന്നു. പക്ഷെ എനിക്കിപ്പം എന്റെ കയ്യിൽ വണ്ടിക്കാശ് പോലും ഇല്ല. പിന്നെ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വർണ്ണയുടെ കടം മേടിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാന്ന് ഓർത്ത് ഇന്നലെ രാവിലെയും ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും ചെയ്തപ്പോ ഒരാശ്വാസം ഉള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പൊ ഇന്ന് ഞാൻ സുബയും ലൊഹറും ഒക്കെ താഴത്താണ് നമസ്കരിച്ചത്. അപ്പൊ എനിക്ക് ബാത്റൂമിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ വരണം. ചമ്മ ഉപയോഗിക്കണതാണ് താഴത്തെ ബാത്റൂം. അപ്പൊ ഇൻഫെക്ഷനൊക്കെ എന്തെങ്കിലും ഉണ്ടാകേലേ നമ്മള് ഒക്കെ ഉപയോഗിച്ചാലെന്ന് ഓർത്തിട്ട് ഞാൻ പൊക്കത്ത് വന്നാണ് ബാത്റൂമിലൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യണത്. പിന്നെ എങ്ങനെയെങ്കിലും 1 മാസം കടിച്ചു പിടിച്ച് നിൽക്കാന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നിൽക്കണത്. ഇൻഷാ അല്ലാ. അറിയത്തില്ല, എന്തെങ്കിലും വയ്യാഴിക വരുവോ പോകേണ്ടി വരുവാന്നൊന്നും എനിക്കറിയില്ല. അള്ളാന്റെ കയ്യിൽ. അപ്പൊ പിള്ളേരെ, ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. എനിക്ക് എന്റെ തൂക്കത്തില്, എന്റെ റബ്ബ് സാക്ഷി, എന്റെ തൂക്കത്തില് എനിക്ക് സ്വർണം തരാ സിജി, നീ മതത്തിന്ന്. ഞാൻ ഇത്രയും വേദിയിലല്ലേ പറയണത്, ഇത്രയും പബ്ലിക്കിലല്ലേ ഞാൻ ഈ പറയണത്. നിങ്ങള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും എന്നെ കല്ലെറിഞ്ഞ് കൊന്നോ നിങ്ങള്? എനിക്കതിൽ പരാതിയില്ല. കല്ലെറിഞ്ഞ് എന്നെ എല്ലാരും കൂടി കല്ലെറിഞ്ഞ് എന്നെ കൊന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലത്ത്, നബിയുടെ കാലത്തിൽ ഉണ്ടായ സംഭവമാണ്. കുറ്റം ചെയ്താൽ കല്ലെറിഞ്ഞ് കൊല്ലണത്. അങ്ങനെയല്ലേ? എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ കേട്ടതുപോലെ പഠിപ്പിച്ചു തന്നതുപോലെ ഞാൻ ഓർക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി എന്നെ കല്ലെറിഞ്ഞു കൊന്നു ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താല്. പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നല്ല വേറെ ഏതൊരു വ്യക്തിയും എന്റെ നീളത്തിലും വണ്ണത്തിലും എനിക്ക് സ്വർണം തരാന്ന് പറഞ്ഞാലും ഇസ്ലാം മതം വിട്ടൊരു കാര്യത്തിനും ഞാനില്ല. ഇതെനിക്ക് ഒരേ ഒരു വാക്കേ ഉള്ളു. ഇതെന്നെ കഞ്ഞിയും കൂട്ടാനും വെച്ച് പിള്ളേര് കഞ്ഞിയും കൂട്ടാനും വെച്ച് കളിക്കുന്ന കാര്യമാണ്. മതം മാറലും മതത്തിന്ന് പോക്കും വരലും ഇതെന്താ പറയണ? പുള്ള കളിക്കുന്ന കാര്യമാണ്. കാശ് കയ്യിലേക്ക് വരുമ്പോ ആൾക്കാർ മാറുമെന്നും പറഞ്ഞ്
എന്റെ പേര് സിജി എന്നാണ്. ആൾക്കാർ മാറുന്നത് എനിക്കറിയേണ്ട കാര്യം ഇല്ല, എനിക്കറിയേണ്ട കാര്യം ഇല്ല. എന്റെ പേര് സിജി എന്നാണ്. എനിക്ക് ഒറ്റയിലൊരു വാക്കേ ഉള്ളു. എന്റെ പടച്ച റബ്ബ് അതിന് എനിക്ക് അനുകൂലിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അതിന് മാറേണ്ട ഒരു ആവശ്യം വന്നില്ല. എന്റെ മരണവും ഇനിയുള്ള ജീവിതവും മരണവും ഒക്കെ ഞാൻ ഇതിൽ തന്നെ ജീവിച്ച് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ ഒരാളാണ് ഞാൻ എന്തിന്റെ പേരിലാണ് ഇനി എനിക്ക് മാറേണ്ടത്? എനിക്കൊരു കാര്യവും ഇല്ല മാറേണ്ടത്. അതിന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ലോകം എമ്പാടും എന്റെ പേർക്ക് എഴുതി തരാന്ന് പറഞ്ഞാലും ഒരു ദുഷ്ടശക്തിയുടെ മുന്നിലും എന്റെ ഈ മതം കളയാൻ ഞാൻ തയ്യാറല്ല. അതെനിക്ക് ഒറ്റൊരു വാക്കേ ഉള്ളു. ഞാൻ ഈ വാക്കിന്ന് ഒരു ശകലം പോലും ചലിക്കയില്ല. അത് ഞാൻ നിങ്ങൾക്കാർക്കും വാക്ക് തന്നതല്ല, ഞാൻ എന്റെ പടച്ച റബ്ബിന് വാക്ക് കൊടുത്തതാണ്. ഞാൻ അതിൽ നിന്ന് മാറുക. ഞാൻ മനുഷ്യത്തിയാണ് അങ്ങനെ മാറിയാല്. നിങ്ങൾ എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എനിക്കത് ഭയങ്കര സങ്കടാകും. അപ്പൊ എല്ലാവരോടും, എന്റെ മുത്തുമണികളോട് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ അസ്സലാമു അലൈക്കും.